कमती है तकरीबन सीजन है एक 1 वीक बाद में आपका माल पालक्काड़ आ गया माल कट करेगा ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജയ്ഹിന്ദ് സ്ട്രീറ്റിലുള്ള ഒരു ഉണക്കമീൻ സെയിൽ ചെയ്യുന്ന ഷോപ്പിലാണ് കേട്ടോ. ഉണക്കമീൻ ഹോൾസെയിലായും അതുപോലെ റീറ്റെയിലായും സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ നിന്ന് വീട്ടാവശ്യങ്ങൾക്കും റോഡ് സെയിലിനും വഴിയോര കച്ചവടങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാ കച്ചവടക്കാരും ഇവിടെ നിന്നാണ് കേട്ടോ മീൻ എടുത്തുകൊണ്ട് പോയി സെയിൽ ചെയ്യുന്നത്. ഇവിടെ എല്ലാ തരം മീനുകളും ലഭിക്കുന്നതാണ്. എങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീനാണ് മാന്തൽ, സ്രാവ്, മത്തി എന്നിവയൊക്കെ. അപ്പോൾ ഈ മാന്തലിനെ ഞങ്ങൾ നങ്കി മീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവിടുത്തെ ഓണറായ അക്ബർ ഖാൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാം. അത് 3 കിലോ സ്രാവും മറ്റേ 5 കിലോ ആടലും മലമ്പുഴ പറയാലോ അല്ലേ. ഇതിപ്പം എത്ര വർഷമായി നമ്മുടെ ഷോപ്പ് ഇവിടെ? 38 വർഷമായി. 38 വർഷമായി. 58 വർഷമായി. ഇത് മൊത്തമായും ചില്ലറയായിട്ടും മിതമായ വിലയ്ക്ക് ലഭിക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. അവിടെ എന്തൊക്കെ മീൻ ഐറ്റംസ് ആണ് ഉള്ളത്? ഉണക്ക മത്സ്യത്തിൽ എല്ലാ ഐറ്റം ഉണ്ട്. കൂടുതലും ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. ഗുജറാത്തിലാണ് വരുന്നത്. മാംഗ്രോള് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഗുജറാത്തിലെ മാംഗ്രോൾ എന്നാണ് വരുന്നതല്ലേ. പിന്നെ ഈ കൽക്കത്തയിൽ നിന്ന് വരുന്നുണ്ട് നേരിട്ട്. അതെ അതെ അതെ. കൽക്കത്ത മീനുണ്ട്, ഒറീസ ഉണ്ട്. ഒറീസ ഉണ്ട് അല്ലേ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് കുറേശ്ശെ മുള്ളൻ, മത്തി അതൊക്കെ ഉള്ളൂ. 90% ഇത് ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. ഗുജറാത്തിൽ നിന്ന് ലോറിക്ക് വരും നമുക്ക് ആവശ്യമുള്ളത്. അതെ അതെ അതെ. 1 കിലോന് 10 രൂപയോളം വാടക വരും. അത് 2 ടൺ 3 ടൺ ആവശ്യമുള്ളത് നമ്മൾക്ക്. ഈ ചെറിയ കട കച്ചവടക്കാരും വന്ന് കൊണ്ടുപോകാറുണ്ട്. 5 കിലോ 10 കിലോ ഈ പലചരക്ക് കച്ചവടക്കാരെല്ലാം പലചരക്ക് കടകളിൽ ഇത് വെച്ച് വെക്കാൻ വേണ്ടി ആവശ്യത്തിനനുസരിച്ച്. പച്ചമീന് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് സെയിൽ കൂടും. പച്ചമീൻ ഏകദേശം തള്ളി വരുമ്പോൾ കച്ചവടം കുറയും. ശരി ശരി. അങ്ങനെയാണ് ഇതിന്റെ. ഈ വണ്ടിക്കാരൊക്കെ ഈ ഓട്ടോറിക്ഷയിലൊക്കെ അതൊക്കെ ലൈൻ സപ്ലൈക്കൊക്കെ വില കുറഞ്ഞ മീനുകളൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ. എല്ലാ ഐറ്റം ഉണ്ട്. സ്രാവ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. സ്രാവ്, തൊണ്ടത്തിന്റെ സ്രാവ്, എല്ലാ ഐറ്റം. ഇതൊക്കെ സ്രാവ് അല്ലേ? അത് സ്രാവ്. ശരി ശരി. ഇത് നല്ല ഉണങ്ങിയിട്ട് അത് വേണ്ട. അത് ഈ മാസി എന്ന് പറയാ തമിഴന്മാരും കൊണ്ടുപോകും. തമിഴ്നാട്ടിലേക്ക് ഇവിടെ പോയില്ല. ഇത് മാന്തല്ലേ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു സാധനമാണല്ലേ മാന്തൽ? കൂടുതൽ മാന്തലാണ് ഇവിടെ. മാന്തലാണ് പോകുന്നത്. മാന്തൽ പല സൈസ് ഉണ്ടല്ലേ, ഒരുപാട് ഐറ്റം ഉണ്ട്. വലുതുണ്ട്, വലുതുണ്ടല്ലേ, വലുത് ചെറുത്. പിന്നെ മീൻ ഇവിടെ തന്നെ കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ? അതെ, ഏട്ടെടുക്കാൻ മതി. ഏട്ട അല്ലേ? ഏട്ടുണ്ട്. ഇവിടെ എത്രയാണ് കിട്ടിയ? ചില സമയത്ത് മോൻ ഇവിടെ മോനിന്ന് ലീവാണ്. വൈഫിന് എക്സാം ഉണ്ടെന്നുണ്ടാകും. ഓ ശരി ശരി ശരി. ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. ആവശ്യക്കാർക്ക് അതിൽ നിന്ന് എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മീനാണോ ആവശ്യം അത് നിങ്ങളുടെ ആവശ്യാനുസരണം കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഈ കാണുന്ന നെത്തോലി, അതുപോലെ മാന്തൽ, ചെമ്മീൻ ഇതെല്ലാം 10ൻ്റെയും 20ൻ്റെയും പാക്കറ്റാക്കി ബോർഡുകളിലാക്കിയും അല്ലാതെയും നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്രാവ്, ചൂര ഉണക്കിയത് എല്ലാം എടുത്തുകൊണ്ട് പോയി ഇതുപോലെ അച്ചാറിട്ടിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഞാൻ എൻ്റെ ചാനലിലൂടെ കുറേ ബിസിനസ് ഐഡിയാസൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്.
നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഉണക്കമീൻ കച്ചവടം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിലെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിന് വേണ്ടി ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്.